ഹായ് നമസ്കാരം, വിഷ്ണു വലിയേട്ടിലാണ്. നമ്മളിപ്പോൾ ഷോപ്പടച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പുതിയൊരു സ്ഥാപനം ഇവിടെ ഇങ്ങനെ തുറന്ന് പ്രവർത്തിച്ചേക്കുന്നത് കണ്ടു. അത് എന്താണെന്ന് അറിയാം എന്ന് കരുതിയെന്ന കാര്യമാണ്. അപ്പോൾ ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. നമുക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ ഇന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളും ഇതിനകത്തൊന്ന് കയറി കാണാം എന്ന് കരുതി കയറിയാണ്. എന്തായാലും അകത്ത് ഒരു ടേബിളിൽ നമ്മുടെ മൂത്ത പുത്രൻ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് പേര് ഇരിപ്പുണ്ട്. ഈ ഹോട്ടലിൻ്റെ പേര് റാഹത്ത് ഹോട്ടൽ എന്നാണ്. അപ്പോൾ ഈ ഹോട്ടൽ ഇതിന് മുൻപ് ചെറിയ രീതിയിൽ പാലാമുക്ക് സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ ആക്കി ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും നമ്മുടെ പുത്രൻ ഇവിടുത്തെ മെനു കാർഡൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായാലും ഇവൻ്റെ എക്സാം സമയത്ത് പോലും ഇത്രയും കാര്യമായിട്ടൊന്ന് ബുക്ക് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് കരുതി പുറത്തിറങ്ങി. നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്തു. അതവരുണ്ടാക്കുന്ന വീഡിയോ കൂടി നമ്മൾ പകർത്തി. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാവും. എന്തായാലും ഇവർക്കുള്ള കിച്ചണൊക്കെ ഓപ്പൺ കിച്ചണാണ്. നമുക്ക് ഉള്ള ഫുഡ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡ് വന്നപ്പോഴത്തേക്ക് വിത്ത് ഫാമിലി ഇവിടെ എത്തിയിട്ട് ചേർന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരും മാക്കാന്ന് ഫുഡ് അടിക്കുന്നുണ്ട്. ശരിക്കും നമ്മളിന്ന് പ്ലാൻ ചെയ്ത് വന്നതല്ല, അതുകൊണ്ട് നമ്മൾ അധികം ഫുഡൊന്നും ഓർഡർ ചെയ്തില്ല. പക്ഷേ ഇവിടുത്തെ നൂൽ പൊറോട്ട എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. മെയിൻ എന്ന് പറയുന്നത് ഒട്ടും എണ്ണയില്ല, നല്ല ക്രിസ്പിയായ കിടിലം പൊറോട്ട. എന്തായാലും എനിക്ക് ഫുഡ് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും വന്ന് ഫുഡ് കഴിക്കുന്ന ചെയ്യണം. നമ്മുടെ വീഡിയോയിൽ തന്നെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. വന്ന വഴിക്ക് കയറിയാണ് കയറി കഴിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഹോട്ടലാണ്. അതുകൊണ്ട് പൊക്കി പറയുന്നതല്ല, ഫുഡ് കൊള്ളാം, സൂപ്പറാണ്. നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് ഫുഡ് കഴിക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. അപ്പോൾ തന്നെ ഈ നിൽക്കുന്ന ആളാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ, ബാക്കിയുള്ള വിഭവങ്ങൾ എന്ന് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. എങ്ങനെയുണ്ട് പുതിയ സ്ഥാപനം തുടങ്ങിയിട്ട്? അൽഹംദുലില്ലാ, കുഴപ്പമില്ല. നമ്മൾ വളരെ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ നല്ല രീതിയിലാണ്. ഇപ്പോൾ 4 ദിവസമായി നമ്മൾ തുടങ്ങിയിട്ട് നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഞാൻ പിന്നെ ഇവിടെ പാലമുക്ക് പുതിയ ആളല്ലല്ലോ. 9 വർഷം മുൻപ് ഞാൻ സ്ഥാപനം നടത്തുന്നതാണ്. പിന്നെ ഇത്രയും വിപുലീകരിച്ചുള്ളൊരു പരിപാടി ആദ്യമായിട്ടാണ്. നമുക്കിവിടെ എത്ര മണി മുതൽ ഓപ്പൺ ആണ്, എത്ര മണി ക്ലോസ് ചെയ്യും? രാവിലെ 5 മണിക്ക് തുടങ്ങി രാത്രി 12 മണി വരെ ഉണ്ട്. ഉച്ചയ്ക്ക് ദം ബിരിയാണി ഉണ്ട്, ഊണുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുഴിമന്തി ഉണ്ട്, ഷവായുണ്ട്, അൽഫാമുണ്ട്, ബ്രോസ്റ്ററുണ്ട്. അൽഫാത്തിൻ്റെ തന്നെ വിവിധ രുചികരമായ വിവിധ രീതിയിലുള്ള ആഹാരങ്ങളുണ്ട്. പിന്നെ നൂൽപുട്ടുണ്ട്, പൊറോട്ടയുണ്ട്, നൂൽ പൊറോട്ടയുണ്ട്, ദം ബിരിയാണിയുണ്ട്, ഒറട്ടിയുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അറേബ്യൻ ഡിഷിൽ ഒരുപാട് പരിപാടികളുണ്ട്. ഹോം ഡെലിവറി സംവിധാനമുണ്ട്. 2 വണ്ടി നമുക്ക് ഡെലിവറിക്ക് സംവിധാനത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ എത്ര ദൂരം നമുക്ക് കൊടുക്കാൻ പറ്റും? എത്രയും ദൂരം നമ്മൾ പോകും, കുഴപ്പമില്ല, എത്രയും ദൂരം പോകും. അപ്പോൾ ഈ എല്ലാ ഐറ്റംസും എല്ലാ ദിവസവും ഉണ്ടാവില്ലേ? എല്ലാ ഐറ്റംസും എല്ലാ ദിവസവും ഉണ്ട്. ഓർഡർ അനുസരിച്ചിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് എല്ലാ ആഹാരങ്ങളും വീട്ടിലെത്തിക്കും. എല്ലാ ഫംഗ്ഷനുള്ള ആഹാരങ്ങൾ നമ്മൾ എത്തിക്കും. ഈ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാമോ? പാലമുക്ക് മുസ്ലിം പള്ളിക്ക് ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലാണ് ഇപ്പോൾ നമ്മുടെ കട പ്രവർത്തിക്കുന്നത്. കുഴിമന്തി ആക്കുന്നതായാലും ബിരിയാണി ചെയ്യുന്നതാണെങ്കിലും ചൈനീസിൻ്റെ വിഭവങ്ങളാണെങ്കിലും മറ്റ് ആഹാരങ്ങളാണെങ്കിലും എല്ലാം മലപ്പുറത്തായാലും. പിന്നെ നമ്മളിവിടെ അടുത്ത പ്രദേശത്തുള്ള ചെറുപ്പക്കാർ പിള്ളേരാണ്. നമ്മൾക്ക് ഇവിടെ ജ്യൂസായാലും പിന്നെ സപ്ലൈക്കായാലും തിന്നുന്നതൊക്കെ നമ്മളൊന്ന് സഹകരിക്കുന്ന പിള്ളേരാണ്. എല്ലാ ദിവസവും എല്ലാവർക്കും നല്ല ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. കാരണം നമ്മളെ പാരമ്പര്യം നമ്മൾ പാചകം തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. എൻ്റെ വാപ്പാടെ കാലത്തൊട്ട് ഞാൻ പാചകത്തിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അത് നമ്മളെ തൊഴിൽ അങ്ങനെ ആയതുകൊണ്ട് നല്ല നിലയിൽ മുന്നോട്ട് പോകണം. പിന്നെ പാലമുക്കിൽ നല്ലൊരു സ്ഥാപനം വേണമെന്നുള്ള ആഗ്രഹം കുറേ കാലം കൊണ്ടേ ഉള്ളതാണ്. പിന്നെ നല്ലൊരു സൗകര്യം ബിൽഡിംഗ് കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരുടെ സഹകരണം ഇതുവരെ നമ്മളൊപ്പം സഹകരിച്ച എല്ലാവരും ഇനിയും തുടർന്ന് ആ സഹകരണം നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നിരവധി കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. ഫുഡ് കഴിച്ചും പാഴ്സലും ഒക്കെ വാങ്ങി പോകുന്നുണ്ട്. അവരോട് നമുക്ക് അഭിപ്രായങ്ങളൊന്നും ചോദിക്കാം. എങ്ങനെയുണ്ട് ആഹാരം കഴിച്ചിട്ട്? എങ്ങനെയുണ്ട് അഭിപ്രായം? എങ്ങനെയുണ്ട് അല്ലേ? ഫുഡ് എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഫുഡ് എങ്ങനെയുണ്ട് ചേട്ടോ? എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പറാണ്. നമ്മൾ റോസ്റ്റ് മേടിച്ചായിരുന്നു, പിന്നെ പൊറോട്ട മേടിച്ചു, ബീഫ് കറി മേടിച്ചു, എല്ലാം പോലെ. എവിടാ സ്ഥലം? എവിടാ? തലച്ചിറ. നിങ്ങൾ ഈ പാലമുക്ക് വരെ വരാനെന്തോ കാര്യം എന്തോ? പഴയ കട ഉണ്ടായിരുന്നു അപ്പുറത്ത്. അവിടെ നമ്മൾ സാധാരണ കഴിക്കാറുണ്ട്. നല്ല ഫുഡാണ്. അന്നേരം അവർ 10-ാം തീയതി ഉദ്ഘാടനം ഇവിടെ ഒരു കട ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരം അവിടെ നമ്മൾ കഴിച്ചു. നല്ല അടിപൊളി ഫുഡാണ്. നമ്മൾ കഴിച്ചതാണ്ട് പാർസൽ വീട്ടിലേക്ക് 2
ഇതാണ് മേടിച്ചിരിക്കുന്നത്. മേടിച്ചിരിക്കുന്നത് അടിപൊളി ഫുഡാണ്. എല്ലാവരും വരണം, നല്ല രീതിയിൽ സഹകരിക്കുകയോ വിജയിപ്പിക്കുകയോ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡ് അല്ലയോ? ധൈര്യമായിട്ട് കഴിക്കാം, വിശ്വസിച്ച്. ഇത് എന്തായാലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച് 100% ചീത്ത വിളിക്കും. ചീത്ത വിളിക്കും, ഉറപ്പാണല്ലേ? ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ, ഒരു പക്കാന്നല്ലേ? ഓക്കെ. അപ്പോൾ റാഹത്ത് ഹോട്ടലിൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. നമ്മളും ഇവിടുന്ന് ഫുഡ് വാങ്ങാറുണ്ടായത് നേരത്തെ, അപ്പോൾ ഇപ്പോഴും കഴിച്ചു, നല്ല അഭിപ്രായമാണ്. ശരിക്കും 9 വർഷത്തെ ഒരു സേവന പാരമ്പര്യമുള്ള ഒരു ഹോട്ടൽ ബേക്കറിയാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് യഥേഷ്ടം ബേക്കറി സാധനങ്ങളായാലും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ ആണെങ്കിലും എന്താണെങ്കിലും അവർ നല്ല ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ നമുക്ക് തയ്യാറാക്കി നമ്മുടെ വീടുകളിലെത്തി തരും എന്നുള്ള ഉറപ്പാണ് ഇവിടുത്തെ ഓണർ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വിത്ത് ഫാമിലി ഇവിടെ വിസിറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ദിസ് ഈസ് വിഷ്ണു വലിയകാട്ടിൽ സൈനിങ് ഓഫ്. ബൈ ബൈ.